അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ KG പഠിക്കുന്ന ടൈമിൽ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ചൈൽഡ്ഹുഡിൽ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ഏജിൻ്റെ പ്രശ്നമാണത്. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാനും ഫാത്തും തമ്മിൽ പ്രാർത്ഥന അറിയുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ Q&A അവരെ കുറിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞൊരു ഈഗോ പ്രോബ്ലം ഞാനും ഫാത്തും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും സത്യം പറഞ്ഞാൽ ചിരി വരിക ചെയ്യാം കേട്ടോ. അപ്പോൾ അന്ന് അത്രയും നമ്മൾ രണ്ടുപേരും ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ഞാൻ റെനേനായിട്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, പാത്തുനായിട്ടായിരുന്നു കൂടുതലും വഴക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താ ചോദിച്ചാൽ ഞങ്ങൾക്ക് തന്നെ അറിയില്ല, എന്തോ ഭയങ്കര കാര്യമായിട്ടുള്ള ഈഗോ പ്രശ്നമായിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ലൈഫ് ലോങ് അത് നമ്മൾ മനസ്സിൽ വെച്ച് കൊണ്ട് നടക്കരുത്. നമ്മൾ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞിട്ട് അവർ നമ്മളോട് ഭയങ്കര സ്നേഹമാണെങ്കിൽ ആ സ്നേഹം നമ്മൾ തിരിച്ച് കാണിക്കണം. പിന്നെയും പണ്ടത്തെ ആ ഒരു ഈഗോ വെച്ച് നടക്കാൻ പാടില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ്, പണ്ടത്തെ പോലെയല്ല, രണ്ടുപേരും ആകെ മാറി. അപ്പോൾ ഞാൻ അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നാളത്തെ പ്ലാനാണ് കേട്ടോ എന്തായാലും കാണണമെന്ന്. ഫോണിലൂടെയുള്ള കോണ്ടാക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 7 years ആയിട്ടുണ്ടാവും നമ്മൾ കണ്ടിട്ട്. അപ്പോൾ കുറേ നാളത്തെ പ്ലാനാണ്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം അത് സെറ്റായി. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഫ്രണ്ട്ഷിപ്പിനോടൊന്നും വലിയ ട്രസ്റ്റൊന്നുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് സ്കൂൾ ടൈമിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലേ, ബട്ട് അത് ലൈഫ് ലോങ് നമ്മുടെ കൂടെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഹോപ്പില്ലാത്തൊരു സംഭവമാണ് ഫ്രണ്ട്ഷിപ്പ്. ബട്ട് അങ്ങനെ ഉള്ളവരും ഉണ്ടാവാം. എന്നാലും എനിക്ക് അതിനോട് വലിയൊരു ഇതില്ലാത്ത ഒരാളാണ് ഞാൻ. ഇപ്പം ഞാൻ ഒരുപാട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. സ്റ്റിൽ അവരായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും അത് ആ ഒരു ടൈമിലുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ അത് പതുക്കെ പതുക്കെ എന്താ പറയുക, അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പായിട്ട് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. പക്ഷേ ഇവരെ കണ്ടപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് മനസ്സിലായത്. അതിൻ്റെ റീസൺ എന്താണെന്നറിയോ, ഞാൻ ഇവരെ ലാസ്റ്റ് കാണുന്നത് 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ്. പിന്നെ നമ്മൾ മീറ്റ് ചെയ്തത് +2 ഐ മീൻ +1 വെക്കേഷനിലാണ് പിന്നെ ഇവരെ കണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഏതോ ഒരു വീഡിയോ വൈറലായപ്പോൾ പിന്നെ ഇവർ അറിയാൻ തുടങ്ങി തോന്നുന്നു. അങ്ങനെ ഹാരിസ് ആൻറ്റിയുടെ അക്കൗണ്ടിൽ നിന്ന് റെനിയെ കമൻറ്റ് ചെയ്യുക, പിന്നെ പാത്തു എന്ന കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കമൻറ്റ് നോക്കുന്ന സമയത്ത് കണ്ടു പ്രാർത്ഥന ബാലകൃഷ്ണൻ. എനിക്കങ്ങനെ പേര് കണ്ടാൽ തന്നെ വേഗം മനസ്സിലാവുള്ളതാണ്. അപ്പോൾ ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഇമോഷണലി എന്തോ പോലെ, ആ ഒരു ദേഷ്യം പോലും അവൾ ഇപ്പോഴും മനസ്സിൽ വെച്ചിട്ട് നടക്കുന്നില്ലേ, ഇപ്പോഴും അവൾ ഭയങ്കര ഇതാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ പോലെ കേട്ടോ. സത്യം പറഞ്ഞാൽ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ആകെ എന്തോ പോലെ. അങ്ങനെ ഞാൻ റെനിയാരുടെ അടുത്ത് നിന്ന് പാത്തുവിൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് അങ്ങനെ കോൺടാക്റ്റ് ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ എന്തോ ആണ് ഉണ്ടായത്. പിന്നെ നമ്മളിങ്ങനെ കോൾ ചെയ്യാൻ തുടങ്ങി, പിന്നെ വല്ലപ്പോഴും മെസ്സേജൊക്കെ അയക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെയാണ് പിന്നെ ശരിക്കും ഈ ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആയത്. പിന്നെ അന്നത്തെ ഡേ എങ്ങനെയാണ് എന്നറിയാനൊരാഗ്രഹം ഉണ്ടായിരുന്നില്ലേ. അന്നത്തെ ഡേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇന്നലെ കണ്ട പോലെയായിരുന്നു ഞങ്ങൾ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 പേരും ഒരേ വൈബായിരുന്നു കേട്ടോ. എനിക്ക് പോകാൻ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ മീൻസ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരെ കാണല്ലേ, പിന്നെ ഫോണിലൂടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് അയ്യോ ഇനിയിപ്പോൾ എങ്ങനെയാവോ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇന്നലെ കണ്ട മാതിരിയായിരുന്നു ആ 2 പേരും എന്നോട് ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ നമ്മൾ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതായിരിക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ പിസ്സ കഴിക്കാൻ കയറി കേട്ടോ. അപ്പോൾ റെനിയ പറഞ്ഞു ഇങ്ങനെയെങ്കിലും നിങ്ങൾ ഒരുമിച്ചിരിക്കട്ടെ പറഞ്ഞിട്ട് എന്നെയും പാത്തുവിനെ ഒരുമിച്ചെടുത്തി. പിന്നെ ഞങ്ങൾ 3 പേരും എനിക്ക് ഫീൽ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഏകദേശം എൻ്റെ ക്യാരക്ടർ പോലെ തന്നെയാണ്, നല്ല വൈബാണ്. പിന്നെ അവരെല്ലാറ്റിലും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ റീൽ എടുക്കാനായാലും അതേപോലെ തന്നെ വ്ളോഗ് എടുക്കാനായാലും. ആദ്യം ഒരു നമ്മളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് പതുക്കെ പതുക്കെ സെറ്റായി കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് ഇവർ 2 പേരുടെയും നടുക്കിൽ നിൽക്കണം. അതായത് പാത്തുവിന് ഞാൻ എത്ര ഇത് വന്നാലും പാത്തുവിനെ ഞാൻ സെൻറ്ററിൽ നിർത്തില്ല, എനിക്ക് ഇഷ്ടമല്ല, അവിടെ നിൽക്കണ്ടെന്നുള്ള രീതിയിലായിരുന്നു. ഹലോ ഗൈസ്, കാലം എന്താ അറിയോ, അത് കഴിഞ്ഞിട്ട് മുട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും അതന്നെ അത് കൊടുത്തില്ലേ, നീ മുട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം കൈ അങ്ങോട്ടും പോകുമ്പോൾ ഇവിടേക്കും ഇവിടേക്കും, അത്രേ ഉള്ളൂ. ഇവിടെ വയ്ക്കും കൈ, എന്നിട്ട് ഈ മുട്ട ഇങ്ങോട്ടല്ലേ വരിക, അപ്പം കൈ ഇങ്ങോട്ട്, ഇനി ഇങ്ങോട്ട്, അത്രേ ഉള്ളൂ സാധനം. ചെയ്യാന്നാ ഗ്യാപ്പ് ഇട്ടോട്ടോ, ഗ്യാപ്പ് ഇട്ട് വന്നോ. പാട്ടെന്താ വരാത്ത ചെയ്യാം, അല്ലെങ്കിൽ സൈഡിൽ എടി ഓരോരുത്തർ വന്നോട്ടെ. എന്തായാലും വീഡിയോ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ വരണം. അപ്പോഴേക്കും എനിക്ക് കളിക്കണ്ടേ. ഒരു കാര്യം ചെയ്യാം, വീഡിയോ ഇവിടെ ഓൺ ആക്കി വെക്കാം. വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് ഇങ്ങോട്ട് ഫ്രണ്ടിക്കുക, ലൈക്ക് ഇങ്ങനെ നിൽക്കാം. അതല്ല ഇങ്ങനെ ഇല്ലേ, അങ്ങനെ എന്നിട്ട് പോവാം.
എന്തെങ്കിലും കാണിച്ചോ നിങ്ങൾ? എന്തായാലും പ്രശ്നമില്ല. വാ നിൽക്കട്ടെ, അവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരും ഓണാക്കിയിട്ട്. അവിടെ നിൽക്കല്ലേ, ഇവിടെ നിൽക്കേ. നമ്മൾ വണ്ടി ഓടിക്കില്ലേ, ആ സെയിം സംഭവം. 1 2 3 4. അപ്പോൾ അങ്ങനെ നമ്മൾ ശോഭ സിറ്റിയുടെ വാഷ്റൂമിൽ പ്രാക്ടീസൊക്കെ ചെയ്തു കേട്ടോ, റീൽസ് എടുക്കാനുള്ളത്. എന്നിട്ട് ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റീൽസ് എടുത്തു തരാൻ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ സെൽഫായിട്ട് കുറേ ട്രൈ ചെയ്തു, ബട്ട് അത് തീരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു പ്ലാൻ ചീറ്റിപ്പോയിട്ടോ. എന്നിട്ട് നമ്മുടെ മനസ്സിൽ വന്ന പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ചേട്ടനെ കൊണ്ടോ അല്ലെങ്കിൽ ചേച്ചീനെ കൊണ്ടോ വീഡിയോ എടുത്ത് തരുമോ ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആരെങ്കിലും എടുത്ത് തരികയാണെങ്കിൽ കുറേ പ്രാവശ്യം ടേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ 2 ടേക്കിലൊക്കെ റെഡി ആക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങളവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്ത്. അപ്പോൾ എന്നിട്ട് നമ്മളവിടെ നോക്കിയപ്പോൾ അവിടെ ഒരു ചേട്ടനും ചേച്ചിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരെ മനസ്സിൽ ഉറപ്പിച്ചു അവർ തന്നെയായിരിക്കും ഞങ്ങളുടെ വീഡിയോ എടുത്തു തരാമെന്നൊക്കെ. അപ്പോൾ എന്നിട്ട് കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ അവർക്ക് തന്നെ കാര്യം മനസ്സിലായി, അവരെ കൊണ്ട് എടുപ്പിക്കാനുള്ള പ്ലാനായിരിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ ഇടയ്ക്ക് അവരെ നോക്കുന്നുണ്ടെങ്കിൽ അവരെങ്ങാനും എണീറ്റ് പോകുമോ എന്നുള്ളൊരിതിൽ അവരെങ്ങനെ നോക്കുന്നുണ്ട്, അവർ നമ്മളെ നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടി, എന്തായാലും ഈ പിള്ളേർ ഞങ്ങളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ പിന്നെ പ്രാക്ടീസൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് ഉറപ്പായി ഞങ്ങൾ തെറ്റിക്കില്ലാന്ന്. അപ്പോൾ അങ്ങനെ അവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോൾ വീഡിയോ എടുക്കാനാവില്ലേ എന്ന് അവർ ഇങ്ങോട്ട് തന്നെ ചോദിച്ചു കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാവുമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല എടുത്തുതരാമെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തു. 2 ടേക്കേ പോയുള്ളൂ കേട്ടോ. ആദ്യത്തെ ടേക്കിൽ ഞാൻ തെറ്റിച്ചു. അപ്പോൾ അങ്ങനെ ഇതാ റീൽസൊക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ നമ്മൾ പിക്സൊക്കെ കുറേ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനത് സ്റ്റോറിയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഡേ ഞങ്ങൾ 3 പേരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. കുറേ ടൈം അവരായിട്ട് സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്കും അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇനിയും മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.